ഞാൻ മദ്രസയിൽ പഠിക്കുന്ന സമയത്ത് അന്ന് എനിക്ക് ചേച്ചിയെ ഞാനൊന്ന് പരിചയപ്പെടുത്തി തരാം. ചേച്ചിയാണ് മതം വിട്ട മങ്ക. ചേച്ചി സംസാരിക്കുന്ന വേദി എന്ന് പറയുന്നത് സംഘികളാണെന്ന് പറയാൻ മടിയുള്ളത് കൊണ്ട് എക്സ് മുസ്ലിമാണെന്നും പറഞ്ഞുകൊണ്ട് നടക്കുന്ന മൊണ്ണകളുള്ള വേദിയിൽ നിന്നുമാണ് ചേച്ചി ഈ സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആരിഫ് ഹുസൈനെ പോലുള്ള കുണ്ടന്മാരെ ചേച്ചിക്ക് സുഖിപ്പിച്ചെടുക്കണമെങ്കിൽ ചേച്ചിക്ക് ഇതുപോലെയൊക്കെ പറഞ്ഞാലേ മതിയാകും. മനസ്സിലായില്ലേ? ചേച്ചി പറഞ്ഞോളൂ. 8 വയസ്സ് പ്രായമുള്ളൂ. അപ്പോൾ 8 വയസ്സെന്ന് പറയുമ്പോൾ ശാരീരികമായിട്ട് അങ്ങനെ ബൾക്കുമല്ല, നമ്മൾ വളരെ ലീനായിട്ടുള്ളൊരു കുട്ടിയായിരുന്നു. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ അങ്ങനെ ഒരു കുട്ടിയോട് ഒരു പീഡോ ബിഹേവിയർ ഉള്ള ഉസ്താദ് എന്നെ പീഡിപ്പിച്ചു. ഇതുപോലെ മതം വിട്ടുകൊണ്ട് വരുന്ന സ്ത്രീകൾക്ക് പറയാനുള്ള ഒരു ഏക കഥയാണ് ഉസ്താദ് എന്നെ പീഡിപ്പിച്ചു. പക്ഷെ ചേച്ചിയെ നാട്ടിൽ അന്വേഷിച്ചപ്പോൾ ചേച്ചിനെ കുറിച്ച് ഇതല്ലാട്ടോ പറഞ്ഞത്. ചേച്ചി ഏതോ 100 പേർക്ക് കിടന്നു കൊടുക്കാൻ വേണ്ടിയിട്ട് മതം വിട്ടതാണെന്നും അതിന് എവിടെയോ കിടക്കുന്ന ഏതോ ഉസ്താദിന് പഴിചാരുകയാണെന്നൊക്കെയാണ് നാട്ടുകാർ പറയുന്നത്. ശരിയാണോ ചേച്ചി? ആ ഉസ്താദിന്റെ പേരെങ്കിലും ഒന്ന് പറയാൻ പറ്റുമോ ചേച്ചി? ചേച്ചിന്റെ ആറ്റിറ്റ്യൂഡ് കണ്ടു കഴിഞ്ഞാലേ 8 വയസ്സിൽ പീഡിപ്പിച്ച കുട്ടിന്റെ കഥ പറയുന്ന പോലെ അല്ലല്ലോ ചേച്ചി. ഞങ്ങൾക്കൊക്കെ ഇങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ സംസാരത്തിന് ഒരു ഇടർച്ച ഉണ്ടാവും. ഒരു തുള്ളി കണ്ണീരെങ്കിലും വെച്ചിട്ട് ആ കഥ പറയാൻ പറ്റൂ. പക്ഷെ ചേച്ചിന്റെ ആറ്റിറ്റ്യൂഡ് കണ്ടു കഴിഞ്ഞാല് കാവ്യമാധവനെ വിളിച്ചിരുത്തിട്ട് പുതിയ സിനിമയുടെ കഥ പറയുന്ന പോലുള്ള ആറ്റിറ്റ്യൂഡാണ് ചേച്ചിക്ക്. കൊള്ളാം ചേച്ചി, അഭിനയം കൊള്ളാം, വൈറലാകണല്ലോ അല്ലേ. ബാക്കി കൂടി പറ. മദ്രസ അല്ലെങ്കിൽ പള്ളികൾ എന്ന് പറയുന്നത് പടച്ചോന്റെ വീടാണ്. അപ്പോൾ ഈ പടച്ചോന്റെ വീട്ടിൽ ഇരുന്നു കൊണ്ട് എനിക്ക് ഇതൊക്കെ നടക്കുമ്പോൾ ഇതൊന്നും കാണാത്ത പടച്ചോനൊരു പടച്ചോനാണോ? എന്ത് കണ്ടില്ല എന്ന് പടച്ചവൻ? നിന്റെ എന്താണ് കാണേണ്ടത് പടച്ചവൻ? അല്ലെ നിന്റെ എന്താണ് കാണാതെ പോയത് പടച്ചവൻ? നിനക്ക് 8 വയസ്സിൽ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ ബുദ്ധി തന്നിട്ടുണ്ടോ നിനക്ക്? 2 കൈ തന്നിട്ടുണ്ടോ നിനക്ക്? 2 കാല് തന്നിട്ടുണ്ടോ നിനക്ക്? ശരി, 8 വയസ്സിൽ നിനക്ക് പ്രതികരിക്കാൻ ശേഷിയില്ല എന്ന് വെച്ചോ. നിനക്ക് ഉമ്മയും പാപ്പയും പടച്ചവൻ തന്നിട്ടുണ്ടോ? നിനക്ക് കുടുംബക്കാരും ബന്ധുക്കാരും സ്വന്തക്കാരും എന്താ പടച്ചവൻ തന്നിട്ടുണ്ടോ? നിനക്ക് നാട്ടുകാരെ പടച്ചവൻ തന്നിട്ടുണ്ടോ? ഈ നാട്ടില് പടച്ചവൻ പോലീസുകാരെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഒരു നിയമം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഈ നാട്ടിലൊരു കോടതി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതെല്ലാം പടച്ചവൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നിനക്ക് അവിടെ ഒന്നും പരാതിപ്പെടാൻ കഴിഞ്ഞില്ല. ഈ മുതുകളവിയായ സമയത്ത് എക്സ് മുസ്ലിമിന്റെ വേദിയിൽ വന്നിരുന്നു കൊണ്ട് ഇത് ചലക്കാൻ നിനക്ക് ഉളുപ്പില്ല പെണ്ണേ, ഇല്ലേ? അങ്ങനെ ഒരു സംഭവം നിനക്ക് നടന്നിട്ടുണ്ട്. നീ ഇപ്പൊക്കെ ഉണ്ട് കേസ് കൊടുക്ക്. അങ്ങനെ ഒരു ഉസ്താദ് ഉണ്ടെങ്കിൽ, അങ്ങനെ ഒരു ഉസ്താദ് ഉണ്ടായിട്ട് വേണ്ട അല്ലേ? അല്ലേ മുതുകളവിയെ? അങ്ങനെ ഒരു ഉസ്താദ് ഉണ്ടെങ്കിലല്ലേ കേസ് കൊടുക്കാൻ? അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിലല്ലേ കേസ് കൊടുക്കാൻ? നീ എക്സ് മുസ്ലിമിന്റെ കൊണാപ്പിളിക്ക് പറയാതെ പോലീസ് സ്റ്റേഷനിൽ പോയി ഇപ്പൊ പരാതിപ്പെടേ. എനിക്ക് 8 വയസ്സിൽ ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടെന്ന് പറഞ്ഞു പരാതിപ്പെടേ. നഷ്ടലുണ്ടോടി? ഉളുപ്പില്ലാത്തവരെ. നീ ഈ പറയണെല്ലാം നിന്റെ കാര്യലാഭത്തിന് വേണ്ടിയാണെന്നും എല്ലാം ഞങ്ങൾക്കറിയാം. മനസ്സിലായില്ലേ? അതിൻ്റെ ഇടയിൽ നീ പടച്ചോനെ വലിച്ചിടണ്ട.